ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൗൺസിലിൽ ഭാരതത്തിന് സ്ഥിരാംഗത്വം ലഭിക്കണമെന്ന ആവശ്യത്തെ അനുകൂലിച്ച് ചൈന. ഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ചൈനീസ് എക്സിക്യൂട്ടീവ് വൈസ് ഫോറിൻ മിനിസ്റ്റർ മജുഷുവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിർണായക നിലപാട് ചൈന അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുശക്തമായി തുടരുന്നതിന് അതിർത്തിയിലെ സമാധാനം നിർണായകമെന്നും കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചതിൽ ഭാരത വിദേശകാര്യ സെക്രട്ടറി സംതൃപ്തി രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഭാരതത്തിനൊപ്പം നിൽക്കുമെന്നാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. ബന്ധം കൂടുതൽ ദൃഢമാവുകയാണല്ലേ? തീർച്ചയായും ഭാരതത്തിന്റെ കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അതിശക്തമായി ഭാരതം അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഉന്നയിക്കുന്ന ഒരു ആവശ്യം കൂടിയാണ്. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനത്തിലും അക്കാര്യം ഊന്നി പറയുകയും ചെയ്തു. അതായത് ഭാരതത്തിന്റെ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് കൃത്യമായ നിലപാട് ഭാരതം അറിയിക്കുകയും വിവിധ രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചൈന തങ്ങളുടെ ആ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതായത് UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിന് വേണ്ടിയുള്ള ശ്രമത്തിനെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ബ്രിക്സ് ഷർപ്പമാരുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഈ ബ്രിക്സ് ഷർപ്പമാരുടെ സമ്മേളനം കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിനിടെ ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി എന്ന് തന്നെ പറയാവുന്ന വ്യക്തി, അതായത് അവിടുത്തെ എക്സിക്യൂട്ടീവ് പദവിയിലുള്ള വിദേശകാര്യ സെക്രട്ടറിക്ക് തുല്യനായ പദവിയിലുള്ള വ്യക്തിയുമായും ഇന്നലെ കൂടിക്കാഴ്ച നടന്നിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ നിലപാട് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വരികയും ചെയ്തത്. ഔദ്യോഗികമായി ചൈന ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഭാരതം പോലുള്ള രാജ്യങ്ങളുടെ നിലപാട്, അതായത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ കൃത്യമായ സ്ഥിരാംഗത്വം ലഭിക്കണമെന്ന ഒരു ആവശ്യം നേരത്തെ തന്നെ ഭാരതം മുന്നോട്ട് വെച്ചിരുന്നു. ആ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യത്തെയാണ് മാജോഷു ഇപ്പോൾ അംഗീകരിച്ചതായി കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള റീഡ് ഔട്ടിൽ ഇക്കാര്യം കൃത്യമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിലും അക്കാര്യം വളരെ കൃത്യമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം കുറെ കൂടി ശക്തമാക്കുകയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി, അതിർത്തിയിലെ സമാധാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പരസ്പര ധാരണയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിന്റെ ചർച്ചകൾ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പ്രതിനിധിതല ചർച്ചകളെല്ലാം തന്നെ കാര്യമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും നിർണായകമായ ഈ ഒരു നിലപാട് ചൈനയുടെ ഭാഗത്ത് നിന്ന്, അതും ചൈനയുടെ എക്സിക്യൂട്ടീവ് വൈസ് ഫോറിൻ മിനിസ്റ്റർ മാജോഷുവിന്റെ കൂടിക്കാഴ്ചയിൽ, വിക്രം മിശ്രയുമായുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ തന്നെ സ്ഥിരാംഗങ്ങൾ ഭാരതത്തിന്റെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് അധികം വൈകാതെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പരിഷ്കരണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമുക്ക് സാക്ഷിയാകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നതുമാണ്. സുരേഷ്, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.